ചേച്ചി വിളിക്കുന്നു. ആര്? ജയിച്ചേട്ടൻ. എവിടേക്ക് പോവാണത്രേ? മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് കമ്പനിയുടെ ചെലവിൽ. തിരിച്ചെത്തിയാൽ ചിലപ്പോൾ തിരുവനന്തപുരം എഡിഷനിലേക്ക് മാറ്റം ഉണ്ടാവും. വീടിന്റെ താക്കോല് തിരിച്ചു കൊടുക്കുന്നു. മാറ്റം ഉറപ്പായിട്ട് പോരെ വീട് വിടുന്നത്? വെറുതെ വാടക കൊടുക്കണ്ടല്ലോ. ഞാൻ വരും. വന്നിട്ട് അപ്പം നിശ്ചയിക്കാം. പോയി വരട്ടെ. ഒരു നല്ല അവസരമാണ്. ഞാൻ വരും. നന്നായിരിക്കുന്നു കേട്ടാ മതി എനിക്ക്. പോട്ടെ. വരില്ല എന്നെനിക്കറിയാം. എന്നാലും നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും എപ്പോഴും. ചേച്ചി, ഇത് കണ്ടോ ജേടന്റെ ന്യൂസ്? അന്ന് തെരഞ്ഞു വന്ന കുട്ടിയല്ലേ ഭാരതി. എന്നാലും കല്യാണത്തിനൊരു ക്ഷണക്കത്ത് പോലും നമുക്ക് അയച്ചില്ല. വലിയ കഥക്കാരൻ. ചേച്ചിയോട് പറഞ്ഞിരുന്നോ? ഓ, congratulations. Congratulations. പേപ്പർ വേണ്ടേ? കണ്ടില്ലേ? അന്യരാരും കടക്കണ്ടെന്ന് നേഴ്സ് പറഞ്ഞു. വരൂ, ഞാൻ കൊണ്ടുപോകാം. വേണ്ട, വിവരമറിഞ്ഞാൽ ഒരു സമാധാനം. അപകടഘട്ടം കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. സാറിനൊരു ഫോൺ. ഹലോ, അതെ ഞാൻ തന്നെ. ഒന്നും പറയാറായിട്ടില്ല. നീ വരുന്നുണ്ടോ ഭാരതി? നീ കേൾക്കുന്നുണ്ടോ? ഞാൻ വരണോ? അവളുണ്ടോ ശുശ്രൂഷയ്ക്ക്? വന്നാൽ എന്നെ അപമാനിക്കില്ലെന്ന് അത് ചേട്ടൻ ഉറപ്പു തരൂ? വരുന്നതും വരാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം. ആസ്പത്രിയിൽ പലരും വരും. വരരുത്, കാണരുത് എന്നൊക്കെ പറയാൻ എനിക്കെന്ത് അവകാശം? ഞാൻ വരുമെന്നായിരിക്കും ഭാരതിക്ക് ഭയം, അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധമുണ്ട്. കുറവുണ്ടെന്ന ചേട്ടന്റെ അഭിപ്രായം. കുട്ടി പോളില്ലേ? നാട്ടുകാരെന്ത് വിചാരിക്കും?
പുസ്തകം വന്നു. കണ്ടു. കൃഷ്ണൻ വൈദ്യർ സാറിന്റെ ഒരു കത്തുണ്ടായിരുന്നു. തിലകത്തിന് സീരിയലൈസ് ചെയ്യാൻ ഒരു നോവൽ വേണം. പുതിയതൊന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സീരിയസ് ആണ്. അത് നേരിട്ട് പുസ്തകമാക്കുന്നതല്ലേ ഭംഗി. താൻ നിശ്ചയിച്ചാൽ മതി. നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ ഇറങ്ങട്ടെ. ജയദേവൻ, സ്വല്പം അംഗീകാരം, ചില്ലറ ആരാധകർ, അപ്പോഴേക്കും സ്വന്തം കാൽക്കീഴിലായി കഴിഞ്ഞു ലോകം എന്ന് തോന്നരുത്. ഉപദേശമല്ല, ഒരു പ്രസ്താവന. ചേട്ടാ, ഞാനങ്ങനെ വിവരക്കേട് കാട്ടില്ല. അടുത്ത ഘട്ടം പ്രേമമാണ്. നാട് മുഴുവൻ ആരാധികമാരും സൗകര്യം കിട്ടുന്നിടത്തൊക്കെ പ്രേമവും വേണമെന്ന് തോന്നും. ആയിക്കോളൂ, ഞാനെതിരല്ല. അത് പക്ഷേ ഇവിടെ വേണ്ട, ഈ പടിക്ക് തുറന്നു പറയാം. ഞാനില്ലാത്തപ്പോൾ താനിവിടെ വരുന്നത് എനിക്കറിയാം. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഈ വീട് സ്വന്തം സ്ഥലം പോലെ അല്ലേ? ആവാം, കുറച്ച് കഴിഞ്ഞിട്ട്. ഭാരതിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വാതിലും ഞാൻ തുറന്നിടും. രാവും പകലും ആർക്കും എപ്പോഴും വരാം. ഞാൻ ഈ വീട്ടിലൊരു അംഗമായിട്ടാണ്. എനിക്ക് എല്ലാ സുഹൃത്തുക്കളും എനിക്ക് കുടുംബാംഗങ്ങളാണ്. സമയമാകുമ്പോൾ പറയാമെന്ന് വെച്ചാണ്. ഞാനും ഭാരതിയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. കല്യാണക്കാര്യമൊന്ന് നിശ്ചയിച്ചതായിരുന്നു. ആര് നിശ്ചയിച്ചു? ഭാരതിയും ഞാനും. പ്രേമം കഥയ്ക്കും കവിതയ്ക്കുമൊക്കെ പറ്റിയ നല്ല വിഷയമാണ്. പക്ഷേ ഉപദേശിക്കാൻ എനിക്ക് അർഹത ഇനിയുമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? കല്യാണവും കുടുംബവും പാടില്ല. ദൈവമോ ജീനുകളുടെ കൂടിച്ചേരലോ എന്തായാലും അത് തന്നെ ഒരു സിദ്ധിയുണ്ടല്ലോ. അകത്ത് സാഹിത്യം, ആരാധിക്കാനും പ്രേമിക്കാനും അത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അവസാനം വരെ. ജീവിതത്തെക്കാൾ വലുതാണ് കല. പഴയ വചനമാണെങ്കിലും എന്നും സത്യം. പലതിലും എനിക്ക് ചേട്ടന്റെ ഉപദേശം ആവശ്യമാണ്. ഇതിൽ ചേട്ടൻ ക്ഷമിക്കണം. ഇതിൽ മാത്രം വയ്യ. സ്വയം അങ്ങോട്ട് തീരുമാനമെടുത്തു. എന്റെ തെറ്റാണ്. വിസ്തരിച്ചിട്ട് കാര്യമില്ല. എന്റെ തെറ്റ് തന്നെ. അവൻ മോശക്കാരനല്ല, ഭാവിയുണ്ട്. എന്നാലും കുട്ടി, നമുക്കിത് വേണം. ഒരുതരം താളം തെറ്റിയ ജീവികളാണ് സാഹിത്യം, കല ഇതിലൊക്കെ എത്തിപ്പെടുന്നത്. അവരുടെ കഴിവുകളൊക്കെ കൊള്ളാം. പക്ഷേ അവർ മനുഷ്യരെന്ന നിലയ്ക്ക് കൊള്ളില്ല. കുടുംബജീവികളാകാൻ പറ്റില്ല. ഈ ഞാനടക്കം ഒറ്റയ്ക്ക് കഴിയാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്താ? ജയദേവൻ എനിക്കിഷ്ടമാണ്. അത് വേറെ കാര്യം. അതിലും പ്രധാനം നിന്നെ ഒരു സുരക്ഷിത സ്ഥാനത്തെത്തിക്കലാണ്. ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും. നിന്റെ നന്മയേക്കാൾ വലിയൊരു പ്രശ്നവും എനിക്കില്ല. അതറിയാമല്ലോ. പറഞ്ഞോളൂ, എന്തായാലും. ചേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട. ഒക്കെ ഒരു വിട്ടിത്തായിരുന്നു എന്ന് ഞാൻ സമാധാനിച്ചോളാം. പിന്നെ എനിക്ക് വേണ്ടി വേറൊരു കല്യാണക്കാരിയും ആലോചിച്ച് ചേട്ടനെ ബുദ്ധിമുട്ടാനും പോണ്ട. ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞ എന്റെ വലിയ ഭാഗ്യം. അതൊന്നായി.
പയ്യന്റെ സ്വന്തക്കാരാരുമില്ലേ? കുടുംബക്കാരെന്ന് പറയാൻ ഒരു വല്യമ്മ മാത്രമേ ഉള്ളൂ. അവരമ്പലത്തിൽ വന്നിരുന്നു. നമ്മുടെ ജാതി തന്നെയല്ലേ? ആണാണ്, അംഗവൈകല്യമില്ല, തൊഴിലുണ്ട്. ഇത്രേ അന്വേഷിച്ചുള്ളൂ. ജാതി ചോദിച്ചില്ല മാവ. ഓ സാർ, സാറിന് തരണം. സാർ നടുവിൽ ആ നോടോ. റെഡി.